അതെ, എൻ്റെ മോള് ടേലർ സ്വിഫ്റ്റിൻ്റെ വലിയൊരു ആരാധികയാണ് കേട്ടോ. സോ മോള് പറയായിരുന്നു അവരുടെ ആൽബം അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷീ വാസ് സ്പീക്കിംഗ് ഇൻ എ പോഡ്കാസ്റ്റ്. ആ പോഡ്കാസ്റ്റിൽ ആ കുട്ടി പറയാണ് ഒരുപാട് കോൺട്രവേഴ്സീസും അതും ഇതുമൊക്കെ ഫോളോ ചെയ്ത് വരുമല്ലോ ബിക്കോസ് ഓഫ് ദെയർ ഫെയിം. അങ്ങനെയുള്ള കമൻസ് ഒന്നും ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നത് കുട്ടി വായിക്കാറില്ല എന്ന്. ബിക്കോസ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻസിന് നമ്മൾ മറുപടി കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ലൈക്ക് എനർജി ഡ്രെയിനർ. വി ഷുഡ് കീപ്പ് അവർ എനർജി ലെവൽസ് നല്ല ഹൈയിൽ വെക്കുകയും വേണം, അത് സേവ് ചെയ്യുകയും വേണം. അത് അനാവശ്യമായിട്ട് ആൾക്കാരോട് വഴക്കുണ്ടാക്കാൻ പോയിട്ട് നമ്മളത് ഡ്രെയിൻ ചെയ്യാൻ സമ്മതിക്കരുത് എന്ന്. വാട്ട് എ പ്രൊഫൗണ്ട് തോട്ടാണ് അല്ലേ. ഒരുപാട് പേര് ഇത് പറയാറുണ്ട്. എന്നാൽ ഒരു സിംഗർ, അത്രയും ഹെമ്മിൽ നിൽക്കുന്ന ഒരു സിംഗർ പറയുമ്പോൾ ഐ ജസ്റ്റ് വാണ്ടഡ് ടു അനൗൺസ് സംതിങ് അബൌട്ട് മീ ഓൾസോ. ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന എല്ലാ കമൻസിനും ഞാൻ മറുപടി ഇടും. അറ്റ്ലീസ്റ്റ് ഓക്കെ, വെനെവർ ദർ ഇസ് എ തംസ് അപ്പ് ആൻഡ് ഗിവ് സം ലവ്, ഐ ഡു ദാറ്റ്. പക്ഷേ വെൻ സമ്മൺ ഏർക്സ് അല്ലേ, അതിന് ഞാൻ ഇങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കും. സോ ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വന്നിട്ട് ആ ആൽഗോരിതം വന്നിട്ട് ഒന്ന് 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 ഫ്രഷ് ആവട്ടെ, ഒരു പ്രകമ്പനം ഉണ്ടാവട്ടെ എന്ന് കരുതി ഞാനിങ്ങനെ പ്രകോപിപ്പിക്കുന്ന കമൻസുകൾക്കൊക്കെ ഞാൻ മറുപടി പറയും, അല്ലെങ്കിൽ ഞാനത് സ്റ്റോറിയാക്കും. Henceforth, I am not going to reply to such kind of comments കേട്ടോ. ഇന്നലെയോ മിനിയാന്നോ എൻ്റെ ഒരു ആ വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ, അതിൽ കാണാം ആ കമൻസൊക്കെ. അതിലെന്താണ് എഴുതിയിരുന്നതെന്ന് വെച്ചാൽ, ഐ വാസ് ജസ്റ്റ് ടെല്ലിങ്, കുട്ടികളൊക്കെ ഈ ആർഭാട വിവാഹങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആർഭാട വിവാഹങ്ങൾ കേട്ടോ, നോട്ട് ദ പോയിന്റ്, കുറേ ഉണ്ടല്ലോ ഇങ്ങനെ പല പല ഫങ്ഷൻസ് ആയിട്ടൊക്കെ നടത്തണം അവർക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആർഭാടങ്ങൾക്ക് കുട്ടികൾ തന്നെ പണം കണ്ടെത്തണം, അച്ഛനമ്മമാരെ കൊണ്ട് ചിലവാപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിയിൽ ആളുകളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരു ആൾ വന്ന് പറഞ്ഞു, ഓ ചേച്ചിയുടെ മകളുടെ കല്യാണം ആകാറായിട്ടുണ്ടാവില്ലേ എന്ന്. അത് വേറെ വിഷയമാണ് കേട്ടോ. എൻ്റെ മകളുടെ കല്യാണം ആകാറായിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അതൊക്കെ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ കാണൂ, എന്നിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ അതൊരു വിഷയം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അതിനകത്ത് വന്നിരുന്നിട്ട് 30 കൊല്ലങ്ങൾക്ക് മുമ്പ് ചേച്ചിയുടെ കല്യാണമൊക്കെ ഹാവ് യു ഡൺ ഇൻ ദിസ് വേ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മൈ വെഡിങ് വാസ് ഇൻ എ വെരി നല്ല ഒരു മാനറിലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഈ പറഞ്ഞ 3-4 ദിവസത്തെ ചടങ്ങുകൾക്കോ അതിനോ അത്ര വസ്ത്രധാരണത്തിനോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ ചെയ്തിട്ടില്ല. എൻ്റെ വിവാഹം നടത്തിയത് എൻ്റെ അച്ഛനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പറയണേ, തന്നെത്താൻ ചെയ്ത് കാണിച്ചിട്ട് വേണം ചെയ്യാനെന്ന് പറഞ്ഞു. അപ്പം ഞാനതിൽ ഇറിറ്റേറ്റഡ് ആയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ വിചാരിച്ചു, വൈ ഡിഡ് ഐ ഈവൻ ബോദർ ടു ആൻസർ എന്ന് ഞാൻ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു.